ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഫാൽക്കൺ ടിപ്സിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൈൻമാസ്റ്റർ എന്തോ പറ്റിപ്പോയിരിക്കുകയാണ്. നമ്മുടെ ആൻഡ്രോയിഡ് 11, 12, 13 ഡിവൈസുകളിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വീഡിയോ, അതായത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നത്. അതിനായി ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ തുറന്നതിന് ശേഷം വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തു. ഓക്കെ, ശേഷം ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ ആ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. ശേഷം നമുക്കിവിടെ ഒരു വാട്ടർമാർക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായി നമുക്ക് വീഡിയോ ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ വേണ്ടി ഇവിടെ ക്യാൻവാസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് അപ്ലോഡ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടിക്ടോക്കിനാണ് 9.16, അതായത് 16:9 നമ്മൾ പറയാം. അപ്പോൾ ആ റേഷ്യോ വരുന്നത് ഇപ്പോൾ 16:9 നമ്മുടെ യൂട്യൂബിന് വരുന്ന ഒരു റേഷ്യോ ആണ്. അതേപോലെ 9:16, അതായത് പോർട്രേറ്റ് മോഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഷോർട്സ് വീഡിയോ അതേപോലെ ടിക്ടോക്കിലേക്കാണ്. അപ്പോൾ യൂട്യൂബ് ഷോർട്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാം നേരെ സ്ട്രൈറ്റ് ആയിട്ട് അത് വന്ന് പോർട്രേറ്റ് മോഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എനിക്ക് പോർട്രേറ്റിലാണ് വേണ്ടതുണ്ട്, ഷോർട്ട് വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ 9:16 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമുക്കത് കളയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ ഈ വീഡിയോ ഏകദേശം 1 മിനിറ്റിൽ കൂടുതലുണ്ട്. 1 മിനിറ്റ് 13 സെക്കൻഡും 60 മില്ലി സെക്കൻഡും ഉണ്ട്. അപ്പോൾ അതങ്ങനെയാണ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്കാണ് കുറഞ്ഞ താഴെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ടച്ച് ചെയ്യുന്നതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 1 മിനിറ്റും 9 സെക്കൻഡുമായിട്ടുണ്ട്. അത് നമുക്ക് ഒരു 59 സെക്കൻഡ്, അതായത് 56 വരെയാണ് മാക്സിമം പറ്റുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോ വീഡിയോയ്ക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് കറക്റ്റായിട്ടുള്ള ഭാഗമായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ കഴിയുന്നത് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് ട്രിം ചെയ്ത് മാറ്റാൻ കഴിയും. അതേപോലെ ഇതിലേക്ക് ഒരു വീഡിയോ ആഡ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അതേപോലെ ഇവിടെ VIP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗാലറിയിലുള്ള ഏത് വീഡിയോ ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ ആഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്രീൻ സ്ക്രീൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ സ്വൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ക്രോമ എന്നൊരു ടൂൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് നൽകി കൊടുക്കുക. അപ്പോൾ ഗ്രീൻ അത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് ടിക്ക് മാർക്ക് കൊടുത്ത് കറക്റ്റായിട്ട് വെക്കാം. ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ചെറിയൊരു ഗ്രീൻ്റെ ടിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മാറ്റാവുന്നതാണ്. ജസ്റ്റ് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ആ ഒരു ബോർഡർ ഒന്നും വരുന്നില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അതേപോലെ നമുക്ക് നമ്മുടെ കൈൻമാസ്റ്റർ ഉപയോഗിച്ചതുപോലെയുള്ള ബ്ലെൻഡിങ് ഓപ്ഷനും എല്ലാം ഇവിടെ ഉണ്ട്. അതേപോലെ മാസ്ക് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ മാസ്ക് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടാൻ കഴിയും. അപ്പോൾ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ജസ്റ്റ് നമ്മുടെ പഴയ വീഡിയോ ആണ് സെലക്ട് ചെയ്ത് കിടക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അതേപോലെ രണ്ടാമത് സബ്സ്ക്രൈബ് ബട്ടൺ ആഡ് ചെയ്തതും എല്ലാം ഒറ്റ വീഡിയോ വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ശേഷം ഫിൽറ്റർ എന്ന ഭാഗത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഒരുപാടധികം ഫിൽറ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൈറ്റ്നസ് കൂട്ടുന്നതുണ്ട്, അതേപോലെ നാച്ചുറൽ ആയിട്ടുള്ളതുണ്ട്, വാമായിട്ടുള്ള കളറുണ്ട്, അതേപോലെ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതേപോലെ അഡ്ജസ്റ്റബിൾ ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് ലൈറ്റും അതേപോലെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതേപോലെ വാം, ടിൻറ്റ് ഇതെല്ലാം നമുക്ക് സാച്ചുറേഷൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു മികച്ചൊരു ആപ്ലിക്കേഷനാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റിക്കറൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. അതേപോലെ മ്യൂസിക് ആഡ് ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മുടെ വോയിസിനെ എങ്ങനെയാണ് സൗണ്ട് കൂട്ടുന്നതെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ വോളിയം എന്നൊരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 100 ആണ് കിടക്കുന്നത്. അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കൂട്ടി നമുക്ക് 200 ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വോയിസ് ഇപ്പോൾ കുറവായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ മാക്സിമം അത് ഹൈ ആക്കി തരും. അപ്പോൾ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ക്രോപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. വീഡിയോ നമുക്ക് ക്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ക്രോപ്പ് ചെയ്ത് വീഡിയോ ഏത് ഭാഗത്താണോ വേണ്ടത് അങ്ങനെ ക്രോപ്പ് ചെയ്ത് വേണമെങ്കിൽ വെക്കാൻ കഴിയും. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് ക്രോപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാം ഇവിടെ ക്രോപ്പ് ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അണ്ടു ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്ക് ഇങ്ങനെ അണ്ടു എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പൊസിഷനിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഒരുപാട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാനുള്ള, ഡിലീറ്റ് ചെയ്യാനുള്ള, അതായത് നമ്മൾ ആഡ് ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്മുടെ വോയിസ് എഫക്റ്റ് മാറ്റാനുള്ളതുണ്ട്. നോയ്സ് എന്നൊരു ഭാഗമുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും വോയിസിനകത്ത് ചെറിയ കാറ്റടിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അരോചകമായിട്ടുള്ള സൗണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ മാറ്റാവുന്നതാണ്. അതേപോലെ ഈ വീഡിയോ റിവേഴ്സിലേക്ക് മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് കാണാം ടിക്ടോക്കിലും അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഈ റിവേഴ്സ് ചെയ്ത വീഡിയോ ഒരുപാടധികം ട്രെൻഡിങ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. അതേപോലെ ഫ്രീസ്, ഫ്ലിപ്പ്, ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് ഫയൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. അങ്ങനെയുള്ള ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും പോയി. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത് കാണാം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിന് മുമ്പായിട്ട് ഇവിടെ സേവ് ചെയ്യുന്ന ഓപ്ഷൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം. ജസ്റ്റ് നമ്മൾ സേവ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1080p ആണ്. അത് 4K കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ MP4 ഫോർമാറ്റ് ആണോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതേപോലെ എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണോ വേണ്ടതെന്ന് അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ.